ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ച ഹൈക്കോടതി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയകരമായ പ്രവൃത്തികൾ നടത്തിയെന്ന് കോടതി. മിനിറ്റ്സിൽ എല്ലാം ക്രമരഹിതമാണ്. സെപ്റ്റംബറിൽ ദ്വാരപാലക പാളി കൊണ്ടുപോയ സമയത്ത് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ല എന്നും ഹൈക്കോടതി പറയുന്നു. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയകരമായ പ്രവൃത്തികൾ നടത്തി. ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കുന്നതടക്കം നിയമവിരുദ്ധമായ അനുമതികൾ നൽകി. അതായത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നത് തന്നെയല്ലേ കോടതിയുടെ കണ്ടെത്തൽ? തീർച്ചയായിട്ടും സുജയ, വളരെ വലിയ രീതിയിലുള്ള കണ്ടെത്തലുകൾ, ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ആ നിരീക്ഷണങ്ങൾ വളരെ സുപ്രധാനമാണ് അന്വേഷണത്തെ സംബന്ധിച്ച്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അതിഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്നതും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പോറ്റി സംശയകരമായ പ്രവൃത്തികൾ നടത്തി എന്നുള്ളതാണ്. അതായത് ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ് ഒരിക്കൽ കൂടി. മാത്രമല്ല, വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഉന്നയിക്കുകയാണ്. മാത്രമല്ല, ഒരു അനധികൃതമായ ഉത്തരവ്, നിയമവിരുദ്ധമായ അനുമതി ഉള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു അനുമതിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. അതിലടക്കം ഹരിമോഹൻ ശാസ്ത്രീയ പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. അവിടെ നട തുറന്നിരുന്ന സമയത്താണ് ഇളക്കി മാറ്റിയത്. അതിന് തന്ത്രി അടക്കം അനുമതി നൽകിയോ? ദ്വാരപാലക പാളി അങ്ങനെ അടർത്തിയെടുത്ത് കൊണ്ടുപോകേണ്ട ഒന്നാണോ? നട തുറന്ന് പൂജ നടക്കുന്ന വേളയിൽ വിധിപ്രകാരമാണോ കാര്യങ്ങൾ ചെയ്തത്? അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന SIT ഇതുവരെ നടത്തിയിട്ടില്ല. അത് എന്തുകൊണ്ട് നടക്കുന്നില്ല? അവിടെയുള്ള മുഴുവൻ മേൽക്കൂര അടക്കമുള്ള ഭാഗങ്ങളിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്, പതിപ്പിച്ചിട്ടുണ്ട്. അവിടെയടക്കം പരിശോധന നടന്നിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും സുജിയ, അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം കൂടി കോടതി, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരം എന്ന് തന്നെയാണ് ഹൈക്കോടതി വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതായത് ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അതിഗുരുതരമായിട്ടുള്ള വീഴ്ച വന്നിരിക്കുന്നു, നിയമവിരുദ്ധമായിട്ടുള്ള അനുമതി നൽകിയിരിക്കുന്നു ഇതിന്റെ പകർപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പരിശോധനകൾ കൂടുതൽ വിശദമായി തന്നെ നടത്തേണ്ടി വരും, ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടി വരും. എന്തുകൊണ്ടാണ് അത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു അനുമതി ഉണ്ടായത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം പോകേണ്ടി വരും. ആ അനുമതിക്ക് പിന്നിൽ ആരാണ്? അത് കേവലം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടായിട്ടുള്ള നടപടിയാണോ, അതോ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഇതിനകത്തെ ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിലവിലെ ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ട പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞില്ലേ? അതായത് നിലവിലിരിക്കുന്ന ദേവസ്വം ബോർഡ് തീർച്ചയായിട്ടും നിലവിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതി തങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിരുന്നു എന്നുള്ള വാദം ആവർത്തിച്ചിരുന്നു പലവട്ടമായി. അതായത് മുൻപുണ്ടായിരുന്ന ഭരണസമിതിക്ക് മാത്രമാണ് വീഴ്ച പറ്റിയത്, തങ്ങൾക്കൊരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് PS പ്രശാന്ത് അടക്കം ആവർത്തിക്കുകയുണ്ടായി. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് വളരെ ഗുരുതര സ്വഭാവത്തിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു. നിലവിലുള്ള ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് അതിഗുരുതരമായ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നു. മിനിറ്റ്സ് ബുക്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും അവസാനമായി മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയത് 2025 ജൂലൈ 28 നടന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനുശേഷം ഒരു തരത്തിലുള്ള രേഖപ്പെടുത്തലുകളും മിനിറ്റ്സ് ബുക്കിൽ ഉണ്ടായിട്ടില്ല. അത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയായി ഹൈക്കോടതി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഉറപ്പായും ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് മറുപടി പറയേണ്ടി വരും. ആ മറുപടിക്ക് അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ പെട്ട ആളുകൾ, അത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ SITയുടെ ചോദ്യമുനയിലേക്ക് വരും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിക്കും എന്നുകൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഇക്കാര്യത്തിൽ തലയൂരാൻ കഴിയില്ല, കൈകഴുകി പോകാൻ കഴിയില്ല. 2019 മാത്രമല്ല 2025 ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ ഹൈക്കോടതി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ചില ചോദ്യങ്ങൾ കൂടി ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥർ ചെന്നൈയിൽ എത്തുന്ന സമയത്ത് പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്നതടക്കമുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ SITയുടെ ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ടാവും, അല്ലെങ്കിൽ SITയുടെ അന്വേഷണത്തിലേക്ക് ഇനി വരികയും ചെയ്യും. അപ്പോൾ അത് അതിഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു. അത് കൂടുതൽ സങ്കീർണമാക്കുകയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കൂടുതൽ നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായി നടത്തേണ്ടിയിരിക്കുന്നു. അതിൽ വാതിൽപ്പാളിയിലും കട്ടിളപ്പാളിയിലും അടക്കം എല്ലാത്തിലും സ്വർണം പൂശിയ, സ്വർണം പൊതിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ സംവിധാനങ്ങളിലും ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യം
ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന നിരീക്ഷണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പകർപ്പുകൾ സൃഷ്ടിക്കാൻ വേണ്ടി നിയമവിരുദ്ധമായ അനുമതി നൽകിയതിനു പിന്നിൽ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിലേക്ക് കൂടി അന്വേഷണം പോകും എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ മനസ്സിലാകുന്നത്. സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ കടത്തിയ സമയത്ത് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്താതിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്താത്തത്, അനധികൃതമായ ഉത്തരവ് അല്ലെങ്കിൽ അനുമതി നൽകിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം മാനുവലിനും ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്കും വിരുദ്ധമാണ് എന്നുകൂടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്ക് പോലും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ലാത്ത രീതിയിലുള്ള ഒരു കുറ്റകൃത്യത്തിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും കേസെടുത്ത് തന്നെ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഭാവിയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് ഉടൻ തന്നെ SIT കടക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെ SITക്ക് അന്വേഷണത്തിൽ പോകേണ്ടി വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2019 ഭരണസമിതിക്ക് പുറമെ നിലവിലെ ഭരണസമിതി കൂടി ആ അന്വേഷണത്തിന്റെ ഭാഗമാകും. അന്വേഷണത്തിൽ വലിയ രീതിയിൽ SITയുടെ റഡാറിലേക്ക് 2025 ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ ഒരു അടിയന്തര സാഹചര്യം സൃഷ്ടിച്ചു എന്നുകൂടി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും വളരെ ഗുരുതരമായിട്ടുള്ള സ്വഭാവത്തിലുള്ള നിരീക്ഷണമാണ്.